എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ 9ാമത് സംസ്ഥാന സമ്മേളനം നാളെ മുതൽ 3 ദിവസങ്ങളിലായി തിരുവനന്തപുരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ മുതൽ 12 വരെ തിരുവനന്തപുരം നന്ദൻകോട് സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. മാധ്യമ സെമിനാർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 10, 11, 12 തീയതികളിൽ നന്ദൻകോട് സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത്. 10-ാം തീയതി പതാക പുതുമല ജാഥകളാണ് നടത്തുന്നത്. പതാക ജാഥ ഞങ്ങളുടെ സംഘടനയുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ VT രാധാകൃഷ്ണക്കുറുപ്പിന്റെ നാമധേയത്തിലുള്ള സ്മൃതി മണ്ഡലത്തിൽ നിന്നും അടൂരിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ആ ജാഥയ്ക്ക് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സനൽ അടൂരും, നെയ്യാറ്റിൻകരയിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിമല ജാഥയ്ക്ക് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മലയസുന്ദർ ശ്രീകുമാറുമാണ് നേതൃത്വം. ഇരു ജാഥകളും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ പര്യടനം നടത്തി വൈകിട്ട് 5 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചു. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി വൈകുന്നേരം 5 മണിക്ക് പാളയത്തെത്തി. ഇരു ജാഥകളും സംയുക്തമായിട്ട് നന്ദൻകോടുള്ള സമ്മേളന നഗരിയിലേക്ക് പോകും. തുടർന്ന് അവിടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ പതാക ഉയർത്തുകയും ചെറിയൊരു സമ്മേളനത്തോടുകൂടി ആദ്യ ദിവസത്തെ പ്രോഗ്രാം സമാപിക്കുകയും ചെയ്യും. 2ാം ദിവസം രാവിലെ 11-ാം തീയതി രാവിലെ 10:30 കേരളത്തിലെ മാധ്യമ മേഖല നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ച് ഒരു മാധ്യമ സെമിനാറാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവர்களാണ്. ആ സമ്മേളനത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ കൂടി പങ്കെടുക്കുന്ന സെമിനാറാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സമ്മേളനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2:30 പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വീണ ജോർജാണ്. മുൻ മാധ്യമ പ്രവർത്തകർ കൂടിയായിട്ടുള്ള മന്ത്രി വീണ ജോർജ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ VK പ്രശാന്ത് MLA, IB സതീഷ് MLA തുടങ്ങിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം വന്നു. ആ സമ്മേളനത്തിന് ശേഷം 3 മണിക്കാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ ദേശീയ സെക്രട്ടറി ജനറലായിട്ടുള്ള ശ്രീ S. സമാധാനകരാണ്. അദ്ദേഹം പശ്ചിമ ബംഗാളിലെ ബംഗാൾ ജേർണലിസ്റ്റ് അസോസിയേഷന്റെ പ്രസിഡന്റും 3 വർഷം മുന്നിട്ട അസോസിയേഷൻ പ്രസിഡന്റും അതുപോലെ തന്നെ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ സെക്രട്ടറി ജനറലുമാണ്. അദ്ദേഹമാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 12ാം ദിവസവും ഈ പ്രതിനിധി സമ്മേളനം തുടങ്ങി. ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം നടത്തിയിട്ടുള്ളത്. ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി GR അനിലാണ്. തുടർന്ന് പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ആ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കും. 10-ന് പത്തനംതിട്ട അടൂരിൽ നിന്നും ആരംഭിക്കുന്ന പതാക ജാഥ വൈസ് പ്രസിഡന്റ് സനൽ അടൂരും, നെയ്യാറ്റിൻകരയിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥയ്ക്ക് വൈസ് പ്രസിഡന്റ് മണിവസന്തം ശ്രീകുമാറും നേതൃത്വം നൽകും. സ്വാഗത സംഘം ചെയർമാൻ തോട്ടക്കാട് ശശി പതാക ഉയർത്തും. 11-ന് രാവിലെ 10:30 മാധ്യമ സെമിനാർ നടക്കും. ജീവൻ TV MD സാജൻ വേളൂർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2-ന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷണം നടത്തും. VK പ്രശാന്ത് MLA, IB സതീഷ് MLA, സിനിമാ താരം കൊല്ലം തുളസി എന്നിവർ സംബന്ധിക്കും. പ്രതിനിധി സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 300ഓളം മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ്, ജനറൽ സെക്രട്ടറി KC സ്മിജൻ, ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ മണി വസന്തം ശ്രീകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സനൽ അടൂർ, ജില്ലാ സെക്രട്ടറി SR വിനു, ട്രഷറർ മുഹമ്മദ് റാഫി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് WVsion ന്യൂസ്. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്.